Okay, Vinay. So you are in നമ്മുടെ സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് 12,500 rupees ആണ്. ഹലോ. ഹായ് സാർ, ബജാജ് ഫിനാൻസിൽ നിന്നാണ് വിളിക്കുന്നത്. സാറിൻ്റെ 2 മാസത്തെ EMI പെൻഡിങ് ഉണ്ടല്ലോ. ഹലോ. ജോലി സെറ്റായോ? ഇല്ല. ഈ ഇന്റർവ്യൂവിന് പോയപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു ഈ വർക്ക് സെറ്റ് ആവില്ല എന്ന് തന്നെ പറയുന്നു. എങ്ങനെ ഒരു വർക്ക് സെറ്റാക്ക്? പിടിച്ചു നിൽക്കുന്നതിനൊരു ഞാനും പിടിച്ചു നിൽക്കാൻ വേണ്ടി തന്നെ ഈ സ്ട്രഗിൾ ചെയ്യണം. നീ ഓരോന്ന് പറഞ്ഞ വഴക്ക് പിടിക്കാണ്ട് ഫോൺ വെച്ച്. എന്താണ് നീ ജോലിയാണോ പ്രശ്നം? പഠിക്കാൻ വേണ്ടി ഫീസ് അടച്ചു. ഓരോ ഫെമ്മിലും ഫീസ്. എക്സാം എഴുതാൻ അതിന് ഫീസ്. എഴുതിയ പേപ്പർ എങ്ങനെ തോറ്റുപോയാൽ ആ പേപ്പർ ഒന്നുകൂടെ എഴുതാൻ അതിന് ഫീസ്. ഇനി എഴുതിയ പേപ്പറിന് വിചാരിച്ച മാർക്ക് കിട്ടിയില്ലെങ്കിൽ ആ പേപ്പർ ഒന്നുകൂടെ നോക്കാൻ അതിന് ഫീസ്. അങ്ങനെ 6 ഫെമ്മ് പാസ്സായി. ഫൈനൽ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി അതിന് ഫീസ്. ഇത്രയും ഫീസ് അടച്ച് ഒരു ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുമ്പിൽ ജോലിക്ക് വേണ്ടി പോയിരിക്കുമ്പോൾ അവർ പറയണ ആദ്യത്തെ സാലറി കൊടുത്ത 1 മാസത്തെ ഫെം ഫീസിനേക്കാളും കുറവാണ്. എന്തിനാണ് പഠിച്ചത്? ചെറുപ്പം മുതൽ നമ്മുടെ ബ്രെയിനിലോട്ട് കുത്തിവെച്ചിരുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ പാരൻസ് ആണെങ്കിലും നമ്മളെ പഠിപ്പിച്ച അധ്യാപകരാണെങ്കിലും അവരൊന്നേ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ, പഠിച്ച് നല്ലൊരു ജോലി നേടണം, നല്ലൊരു ജോലിക്കാരനാവണം. അല്ലാതെ നിന്നോട് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ നല്ലൊരു ഇൻവെസ്റ്റർ ആവണം, നല്ലൊരു ബിസിനസ്മാൻ ആവണം? ഇനിയിപ്പോൾ സൂപ്രയും കൂടി വരാൻ പോകുന്നു. വൈകാതെ തന്നെ പല മൾട്ടിനാഷണൽ കമ്പനികളിലെ ആൾക്കാരെ തന്നെ പിരിച്ചുവിടാൻ പോവുക. അവർക്ക് എന്ത് ചെയ്യും? ഇനി ഇവിടെ എന്ത് ചെയ്ത് രക്ഷപ്പെടാൻ പറ്റും? സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഇവിടെ വില കുറയാത്ത രണ്ട് കാര്യങ്ങളുള്ളൂ. ഒന്ന് ഗോൾഡ്. ഈ ഗോൾഡിനൊരു ഡ്രോബാക്ക് ഉണ്ട്, മൈൻഡ് ചെയ്താൽ ഇനിയും കിട്ടും. പിന്നെ ഗോൾഡ് ഒരു അസറ്റാണ്, ഇൻകം ജനറേറ്റിംഗ് അസറ്റ് അല്ല. എന്താ രണ്ടാമത്? ഭൂമി. പോപ്പുലേഷൻ കൂടിക്കൊണ്ടേയിരിക്കും, ഭൂമി ഉള്ളതേ ഉള്ളൂ. ലോകത്തിലെ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഭൂമിയാണ്. ഇത് പോവായി ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ കയ്യിൽ പൈസ വേണ്ടേ? ഞാനും നിന്നെപ്പോലെയായിരുന്നു ആദ്യം. എൻ്റെ മൈൻഡ് സെറ്റ് മാറാൻ കാരണമായ ഒരാളുണ്ട്. അതാരാ? സാധാരണക്കാരെ അസാധാരണക്കാരാക്കുമെന്ന് ഉറപ്പിച്ചൊരു മനുഷ്യൻ, ഡോക്ടർ നിഷാദ് അബൂബക്കർ. സാധാരണ എല്ലാവരും സ്കൂളിൽ പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ പാരൻസ് പറയും, മോനെ നല്ലോണം പഠിക്കണേണ്ട, പഠിച്ചിട്ട് ഒരു ജോലി സമ്പാദിക്കണം എന്ന് പറയും. പക്ഷേ ഇതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ജോലി നേടിക്കഴിഞ്ഞാൽ മുടങ്ങാതെ എല്ലാ മാസം ശമ്പളം കിട്ടും. ഇതാണ് എല്ലാവരും മെയിൻ ചെയ്യണത്. പക്ഷേ അത് എത്രയെന്ന് ആരും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഇവിടെയാണ് പലരും തെറ്റിപ്പോണൊരു കാര്യം വെച്ചാൽ, അപ്പോൾ ഒരു ബിസിനസ്സുകാരൻ ആകണമെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ 99% പാരൻസ് പഠിപ്പിക്കാറില്ല. അതിൻ്റെ റീസൺ ഒന്ന്, അവർ ബിസിനസ്സുകാരല്ല. രണ്ടാമതായിട്ട് ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ അതിന് ക്യാപിറ്റൽ എമൗണ്ട് വേണം, റിസ്ക് ഉണ്ട് അല്ലേ, ഒരുപാട് കടമ്പകൾ കടക്കാണ്ട്. ഏത് ബിസിനസ്സാണ് ഇവിടെ ചെയ്താൽ വിജയിക്കുക? അപ്പോൾ അതൊക്കെ നോക്കി അതെന്തിനാ വെറുതെ റിസ്ക് എടുക്കണം? ആ നേരം പഠിച്ചൊരു ജോലിക്ക് പോയ പോലെ. അപ്പോൾ എന്താണ് വാട്ട് ഈസ് ദ റിയൽ പർപ്പസ് ഓഫ് ബിസിനസ് എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, ടു ജനറേറ്റ് ക്യാഷ് മോർ ഫാസ്റ്റ്. അതായത് കൂടുതൽ പണം പെട്ടെന്ന് ഉണ്ടാക്കണം. എന്ത് ചെയ്യണം? ബിസിനസ് ചെയ്യണം. പക്ഷേ കുറച്ച് പണം കൂടുതൽ സമയം കൊണ്ട് ഉണ്ടാക്കണമെങ്കിലോ അതിനാണ് ജോലി. പക്ഷേ ഇത് പലരും മനസ്സിലാക്കുന്നില്ല. റീസൺ, ഇപ്പോൾ വിനയ് ഒരു എംപ്ലോയി ആയി വിചാരിക്കാം. ഒരു എംപ്ലോയി ആയിക്കഴിഞ്ഞാൽ വിനയ്ക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. നല്ല വീട്ടിൽ താമസിക്കണം അല്ലേ? ഇപ്പോൾ ഇഷ്ടപ്പെട്ട വീട്ടിലാണോ താമസിക്കുന്നത്? അല്ല. ഇഷ്ടപ്പെട്ട വാഹനത്തിലാണോ സഞ്ചരിക്കുന്നത്? അല്ല. ഇത് ഒരു എംപ്ലോയി ആയിക്കഴിഞ്ഞാൽ ഈ ഇഷ്ടങ്ങൾക്ക് ഒരു പ്രാധാന്യമില്ല. ഇഷ്ടപ്പെടാത്ത വീട്, ഇഷ്ടപ്പെടാത്ത വാഹനം. അതേസമയം ബിസിനസ്സുകാരനായാലോ നമുക്ക് ഇഷ്ടപ്പെട്ട വീട് വാങ്ങാം, ഇഷ്ടപ്പെട്ട കാറ് വാങ്ങാം. പക്ഷേ ആ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ എമൗണ്ടും ആ ബിസിനസ്സിനെ ട്രെയിൻ ചെയ്യാനൊരു കോച്ച് വേണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ചെയ്യണത് ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. കാരണം ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാണ്ട് നമുക്കൊരു ബിസിനസ്സിലേക്ക് കടന്നു വരാം. 2, നിങ്ങൾക്ക് അതിനൊരു ട്രെയിനിങ് തരും. അതിനൊന്നും ഞങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട, ഫീസും ഒന്നും ഇവിടെ ഈടാക്കുന്നില്ല. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി നമ്മൾക്കിവിടെ ഞങ്ങൾ പ്രധാനമായിട്ടും നോക്കുന്നതെന്ന് വെച്ചാൽ ഇന്നോവേഷൻസാണ്. അതായത് ഇവിടെ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ആളുകൾക്ക് ഇല്ലാത്ത ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ കൊടുത്താലോ ഇത് ആളുകൾ പെട്ടെന്ന് മേടിക്കും. അപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ ചെയ്തത് വെച്ചാൽ ഏറ്റവും കൂടുതൽ 3 പ്രൊജക്റ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാമിംഗ്. അതായത് 2 ഏക്കർ വരുന്ന സ്ഥലം എടുത്തിട്ട് അതിന് 40 പ്ലോട്ടാക്കി തിരിച്ചിട്ട് 5 സെൻറ്റിൻ്റെ പ്ലോട്ടാക്കി തിരിച്ചിട്ട് അതിൽ 20 സാൻഡൽവുഡ് പ്ലാന്റ് ചെയ്തിട്ട് ഓരോരുത്തർക്ക് വിൽക്കുക ചെയ്യണം. ഇതാണ് ഒന്നാമത്തെ പ്രൊജക്റ്റ്.
രണ്ടാമത്തെ പ്രൊജക്റ്റാണ് സാൻഡൽവുഡ് കേവ് ഫോറസ്റ്റ്. അതായത് 12 ഏക്കർ സ്ഥലം, ഇതിന് 5 സെൻറ്റിൻ്റെ പ്ലോട്ടാക്കി തിരിച്ചിട്ട് അതിൽ 16 സാൻഡൽവുഡും പിന്നെ 507 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു കോട്ടേജും. അപ്പോൾ ഇതിൽ നിന്ന് ആദ്യത്തെ പ്രൊജക്റ്റിൽ നിന്ന് കിട്ടുന്ന 2 വരുമാനമാണ്. ഒന്ന് അഗ്രികൾച്ചർ ഇൻകം, 2 ലാൻഡ് അപ്രിസിയേഷൻ. നമ്മുടെ രണ്ടാമത്തെ പ്രൊജക്റ്റിൽ സാൻഡൽവുഡ് കേവ് ഫോറസ്റ്റ് കിട്ടുന്ന 3 വരുമാനമാണ്. ഒന്ന് അഗ്രികൾച്ചർ ഇൻകം, 2 റെൻ്റൽ ഇൻകം. കാരണം നമ്മളിത് ഡെയിലി വാടക കൊടുക്കുന്നത് 20,000 രൂപയ്ക്കാണ്. അപ്പോൾ 20,000 × 30 ദിവസം പോയി കഴിഞ്ഞാലോ 6 ലക്ഷം രൂപ പെർ മന്ത് റവന്യൂ കിട്ടും. ഇതിൽ നിന്ന് എക്സ്പെൻസ് എല്ലാം കഴിച്ച് നിയർലി നമുക്കൊരു 3 ലക്ഷം രൂപയോളം പെർ മന്ത് കിട്ടാനുള്ള അവസരം വെച്ചിട്ടുള്ളത്. മൂന്നാമതായിട്ട് ലാൻഡ് അപ്രിസിയേഷൻ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കേരളം ടോട്ടൽ വിസ്തീർണം ഉള്ളത് 96 ലക്ഷം ഏക്കറാണ്. ഇപ്പോൾ വിനയുടെ പാരൻസൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ചൈനയായിരുന്നു. അത് വിനയ് പഠിച്ചപ്പോഴോ ഇന്ത്യയായിട്ട് മാറി എന്നുള്ളതാണ്. അപ്പോൾ എന്താ ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ അതിനനുസരിച്ച് ഭൂമി കൂടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രോപ്പർട്ടി വാങ്ങിയിട്ട് ആൾക്ക് 10 കൊല്ലം കഴിഞ്ഞാൽ ഇത് സ്ക്വയർ ഫീറ്റിൽ വേണമെങ്കിൽ മുറിച്ച് വിൽക്കാം. അതായത് ഇപ്പോൾ മേടിച്ചതിനേക്കാൾ 5 ഇരട്ടി വിലയ്ക്ക് വിൽക്കാമെന്നതിൻ്റെ അർത്ഥം. പിന്നെ മൂന്നാമത്തെ പ്രൊജക്റ്റാണ് സാൻഡൽവുഡ് ഫാം ഫോറസ്റ്റ്. ഇതിന് ഗുണം എന്ന് വെച്ചാൽ അവിടെയുള്ള 3 വരുമാനമാണെങ്കിൽ ഇവിടെ നമ്മൾ അഡീഷണൽ ഉണ്ട്. അപ്പം നമ്മുടെ ഇവിടുത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 പ്രൊജക്റ്റുകളും നമ്മൾക്ക് പണം കയ്യിലുണ്ടെങ്കിൽ വാങ്ങാം. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇവിടെ ഒരുപാട് ആളുകൾ പണം കയ്യിലുള്ളവരുണ്ട്, പക്ഷേ ഇവർക്ക് എവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്ന് അറിയില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രൊജക്റ്റ് നമ്മൾ ജനങ്ങളെ അറിയിക്കുന്നു. അതിലൂടെ നമുക്ക് ഒരു ഹ്യൂജ് ആയിട്ടുള്ള പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നതോടുകൂടി തന്നെ നമ്മൾക്കും ഒരു സമ്പന്നമായിട്ട് മാറാൻ പറ്റും. അപ്പോൾ ഒരു എംപ്ലോയി മൈൻഡ് സെറ്റ് ചിന്തിച്ചാൽ നമുക്ക് 20-35 കൊല്ലം കൊണ്ട് നേടേണ്ട പൈസ ഇവിടെ നിന്ന് വെറും 2 കൊല്ലം കൊണ്ട് ഏൺ ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഓക്കെ, കേട്ടോ നിനക്ക് എന്തോ നീ പരിപാടി കൊള്ളാം. എംപ്ലോയി ആയാലും എന്നൊരു എംപ്ലോയി മാറ്റി ചിന്തിക്കാനൊരു അവസരം അത് കിട്ടി. താങ്ക് യു. പൊളിക്കനിയാ.